പിതാവ് എപ്പോഴെങ്കിലും കരയുന്നത് താങ്കൾ കണ്ടു? പിതാവ് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്ന അസുഖം വളരെ ഇമോഷണലാക്കിയിരുന്നു അദ്ദേഹത്തെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹം ഭയങ്കരമായി വികാരം കൊള്ളുകയും വേദനിക്കുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ആ സ്വഭാവം കിട്ടിയിട്ടുണ്ട്? ബേസിക്കലി എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പിതാവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്യാരക്ടർ ഒരു ഇൻട്രോവേർട്ടായിട്ടാണ് ഞാൻ വളർന്നത്. ആളുകളുടെ മുന്നിൽ വരിക, വേദികളിൽ വരിക, ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള നാണക്കേടുണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക്കലി വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളായിട്ടാണ് എല്ലാവരും. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള മേക്കല്ല എൻ്റെത് എന്നുള്ളതാണ്. അത്രയും സെൻസിറ്റീവാണ് ഞാൻ. അപ്പം പിതാവിനെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞ സമയത്താണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വൈകാരിക വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊരു രോഗത്തിൻ്റെ ഭാഗമാണ്. എൻ്റെത് ജന്മനാ തന്നെ ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ചില സമയത്തൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പൊട്ടിപ്പോകാറുണ്ട്. CHൻ്റെ വേഷവിധാനം വളരെ വിശേഷപ്പെട്ടാണ്. മനോഹരമായൊരു തൊപ്പി. ഇപ്പോൾ കോഴിക്കോടോ മലപ്പുറത്തോ സംസാരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ഒരു സൂട്ടൊക്കെ ഇട്ട് കോട്ടമൊക്കെ ഇട്ടാണ്. ആ വേഷവിധാനം, ആ രൂപത്തിൽ, ആ തൊപ്പി, ഇതൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കാൻ എന്തായിരിക്കും കാരണം? അതിനോടൊരു ഇഷ്ടം തോന്നാൻ കാരണം? അല്ല, അദ്ദേഹം ചെറുപ്പത്തിലെ വളരെ ചെറുപ്പത്തിലെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ക്യാപ്പ്. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വിശ്വാസ്യത ആ ഒരു വേഷവിധാനത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നേതാക്കളിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ വേഷവിധാനം അദ്ദേഹം സ്വന്തം രൂപപ്പെടുത്തിയത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അനിയനുണ്ടായിരുന്നു. അവരൊന്നും ഈ ഒരു വേഷത്തിലായിരുന്നില്ല നടന്നിരുന്നത്. ആ കാലഘട്ടത്തിലെ പല നേതാക്കന്മാരും, പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് സമാനമായി നിന്നിരുന്ന പല നേതാക്കളും ഈ ഒരു വേഷവിധാനത്തെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആ വേഷത്തിൽ നമ്മളെ നേതാക്കളിലൊക്കെ ആ വേഷത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ശിഹാബ് തങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലിയിലും ഇതേ ഒരു വിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മറ്റ് ഞങ്ങളുടെ അടുത്ത ലീഡേഴ്സിനെ ഒക്കെ നോക്കുന്ന സമയത്ത് അതിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ബേസിക്കലി അതൊരു പ്രൗഢിയുടെ, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിയുടെ ചിഹ്നവും അടയാളവുമായിട്ട് അവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലക്കുള്ള, അതേസമയം ഇതെല്ലാം ആയിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ നേതാക്കളും വളരെ വിശാലമായി ചിന്തിക്കുന്നവരായിരുന്നു. നല്ല ഒരു സൗഹൃദം മറ്റു മതങ്ങളുമായി കാത്തു സൂക്ഷിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഇപ്പോൾ ഈ കാലത്തൊക്കെ ചർച്ച ചെയ്ത് അത്തരം വേഷങ്ങൾ പോലും തീവ്രവാദത്തിൻ്റെ അടയാളങ്ങളൊക്കെ ആയി ചിത്രീകരിക്കപ്പെടുന്നത്, അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എങ്ങനെ വേഷം നമ്മൾ അണിയുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CH ഒരിക്കൽ മുഖ്യമന്ത്രിയായി പിന്നീട് ആകാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായ അംഗമായതുകൊണ്ടാണോ? അല്ല, ഞാൻ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യമേ കാണുന്നുള്ളൂ. അദ്ദേഹം മുഖ്യമന്ത്രി ആയല്ലോ, വളരെ ചുരുങ്ങിയ സമയത്താണെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത് ഒമർ ഖാലിദി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തി എഴുതിയ പുസ്തകമുണ്ട്, കാക്കി ആൻഡ് എത്നിക് വയലൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇന്ത്യയിലെ കമ്മ്യൂണലൈസേഷൻ ഓഫ് പോലീസ് എന്ന് പറയുന്നൊരു, അതിൽ അദ്ദേഹം പറഞ്ഞ് പല സംസ്ഥാനങ്ങളിലും ഒരു മുസ്ലിമിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ കേരളം അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ വേറെ 1-2 സംസ്ഥാനങ്ങളിലേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് വളർന്നു വന്ന് അവരുടെ ഒരു സസ്പെക്റ്റഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു റെസ്പെക്റ്റഡ് കമ്മ്യൂണിറ്റിയാക്കി അതിനെ മാറ്റുന്നതിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ വിഭജനത്തിന് ശേഷം സസ്പെക്റ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അതിനെ റെസ്പെക്റ്റഡ് കമ്മ്യൂണിറ്റിയാക്കി മാറ്റുന്നതിൽ കേരളത്തിലെ ജനങ്ങൾ വർണ്ണമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിശാലത കൂടിയാണ്.